നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും ഒരു 4 മാസം ബാക്കി നിൽക്കെ മുന്നണികളൊക്കെ തന്നെ മുന്നൊരുക്കത്തിലാണ്. അത് മുൻകാലങ്ങളിൽ ഒന്നും തന്നെ കാണാത്ത തരത്തിലുള്ള വളരെ ശീഘ്രമായിട്ട് തന്നെ ഒരുക്കത്തിലേക്ക് കടക്കുകയാണ്. ഇതിലിപ്പോൾ ആരാ മുന്നൊരുക്കത്തിൽ മുൻപിൽ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, അത് UDF ആണ്. മുൻകാലങ്ങളിലൊക്കെ UDF ഈ സമയത്ത് ഉറങ്ങുന്നവരായിരുന്നു. പക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം അവർ താഴെ തട്ട് മുതൽ അങ്ങ് ഉണർന്നിരിക്കുകയാണ്. വളരെ വലിയ പ്രതീക്ഷകളൊക്കെ വെച്ച് പുലർത്തുന്നുണ്ട്. ഈ അമിത പ്രതീക്ഷ വെച്ച് പുലർത്തി അഹങ്കാരം തലയ്ക്ക് പിടിക്കാതിരുന്നാൽ മതി. അവർക്ക് മനസ്സിലായി കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്, പിണറായി വിരുദ്ധ തരംഗമുണ്ട്, ശബരിമല വിഷയം നിൽക്കുന്നുണ്ട്. ഇത് എന്തുകൊണ്ടും അനുകൂല സാഹചര്യമാണ്. ഈ അനുകൂല സാഹചര്യം മുതലാക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ 10 വർഷമായി പുറത്തു നിൽക്കുന്ന ഇവർ ഇനി അധികാരത്തിൽ വന്നില്ല എങ്കിൽ അത് ഈ മുന്നണിയുടെ സർവനാശത്തിലേക്ക് പോകും എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് വളരെ മുന്നേ തന്നെ ഈ ഒരുക്കം തുടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ആദ്യ ഭാഗമായിട്ട് തന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പല വീഡിയോകളിലൂടെയും പറഞ്ഞതാണ്, UDF മുന്നണി വിപുലീകരണം നടത്തുന്നുണ്ട്. അതായത് PV അൻവറിനെയും, അതായത് തൃണമൂൽ കോൺഗ്രസ്, അതുപോലെ തന്നെ CK ജാനുവിനെയും ഒക്കെ ഇവിടേക്ക് കൊണ്ടുവന്നു. അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നവർ മാത്രമാണ്, ഘടകകക്ഷി അല്ല. ഇപ്പോൾ KK രമയൊക്കെ നിൽക്കുന്നത് പോലെ. ഇനിയും അതിനകത്ത് സ്ഥലമില്ലാത്ത മട്ടിലാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷെ ഇനി ആര് വരുന്നുണ്ടെങ്കിലും അവർക്കൊക്കെ വേണ്ടി വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്ന് VD സതീഷ് പറയുകയും ചെയ്തു. അത് കതക് തുറന്നിട്ടിരിക്കുന്ന ആർക്കെന്ന് ചോദിച്ചാൽ അത് ഏവർക്കും അറിയാവുന്നതാണ്. കുറെ കാലം കൊണ്ട് തന്നെ LDF വിട്ടു വരും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ജോസ് കെ മാണി കേരള കോൺഗ്രസ് വിഭാഗമാണ്. അവർ വന്നാൽ എങ്ങനെ ഇവരെ അക്കോമഡേറ്റ് ചെയ്ത് കൊണ്ടുപോകും എന്നുള്ളതും വലിയ ചർച്ച നടക്കുകയാണ്. PJ ജോസഫ് അതിനെ എങ്ങനെയെങ്കിലും തടയിടാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ഏതാണ്ട് ഉടനെ തന്നെ ഘടകകക്ഷികളെ എല്ലാം വിളിച്ചുകൂട്ടി സീറ്റ് വിഭജനവും നടത്തുമെന്നാണ് കോൺഗ്രസ് അറിയിച്ചിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികളെയും വൈകാതെ തന്നെ പ്രഖ്യാപിക്കും. ഇത് BJP വളരെ മുന്നേ നടത്തിയ ഒരു കാര്യമാണ് കേട്ടോ. അവരെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ നിയമസഭാ സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയും ആ പ്രദേശങ്ങളിൽ പോയി വർക്ക് ചെയ്തോളാൻ പറഞ്ഞു. ഏത് മണ്ഡലമാണോ കൊടുക്കുന്നത് ആ മണ്ഡലത്തിലുള്ള പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റിയിലും ഒക്കെ എത്രത്തോളം BJPക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമോ അതിനനുസരിച്ചുള്ള സ്ഥാനാർത്ഥി നിർണയം നടത്താം എന്നുള്ള ഒരു വ്യവസ്ഥയിന്മേൽ അവർ നേരത്തെ തന്നെ അത്തരത്തിലുള്ള ഒരു പ്ലാനിങ്ങോടുകൂടിയാണ് മുമ്പോട്ട് പോയത്. അത് രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷമുള്ള ഒരു ചലനമാണ് ആ നടത്തിയത്. അത് എന്തുകൊണ്ടും അത് നല്ല രീതിയിൽ തന്നെയാണ്. കാരണം അങ്ങനെ വരുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ നിയമസഭാ സീറ്റിലേക്ക് സ്ഥാനാർത്ഥിയായിട്ടുള്ള ആൾ താഴെത്തട്ടിലിറങ്ങി പ്രവർത്തിക്കും. പഞ്ചായത്ത് തലത്തിൽ മുതൽ അവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കും. അതുകൊണ്ടാണല്ലോ BJPക്കാര് ഈ ഓരോ പഞ്ചായത്തിനും പ്രത്യേകം പ്രകടന പത്രിക തയ്യാറാക്കണം എന്ന് പറഞ്ഞത്. കാരണം ഓരോ പഞ്ചായത്തുകൾക്കും അവരവരുടേതായ ആവശ്യമാണുള്ളത്, വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളാണുള്ളത്. അപ്പൊ അതിൻ്റെതായ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുവരിക. കോമൺ ആയിട്ട് വേണ്ട കാര്യങ്ങളും ഉണ്ട്, പക്ഷെ ഓരോ പഞ്ചായത്തിനും പ്രത്യേകമായിട്ടുള്ള ആവശ്യങ്ങൾ നിരവധിയുണ്ട്. അപ്പൊ അത്തരത്തില് BJP ഒരു കാൽവെപ്പൊക്കെ നടത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു ചെറിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJPക്ക് ഒരു നേട്ടമുണ്ടായി, കേരളത്തിൽ നിന്നൊരു സീറ്റ്. അത് കഴിഞ്ഞ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പില് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സംസ്ഥാനം പിടിക്കുന്നതിന് തുല്യമാണ്. അതുപോലെ തന്നെ 2 മുനിസിപ്പാലിറ്റികൾ, 28 ഗ്രാമപഞ്ചായത്തുകളിലും അവർ കടന്നു ചെന്നു. ആ കടന്നുകയറ്റം ഇനി നിയമസഭയിലേക്ക് കൂടി വ്യാപിപ്പിക്കണം
എന്നുള്ളതാണ്. ഇതിനിടയ്ക്ക് വാർത്താ മാധ്യമങ്ങളിലൊക്കെ ചിലതിലൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് BJP-യുടെ കിട്ടിയ വോട്ടുകൾ കുറഞ്ഞു എന്നുള്ള രീതിയിലുള്ള പ്രചാരണം അതിശക്തമായിട്ട് നടക്കുന്നുണ്ട്. കാരണം അവരെ ഇകഴ്ത്തിക്കെട്ടിക്കൊണ്ട് ചില ചാനലുകളും ചില പത്രമാധ്യമങ്ങളും മുമ്പോട്ട് വരുന്നുണ്ട്. കാരണം അവരെ ഒരിക്കലും വളരാൻ അനുവദിക്കരുത് എന്നുള്ള രീതിയിൽ. LDF-ന്റെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചാല് അവര് മുന്നണി വിപുലീകരണം മുന്നണി വിപുലീകരണവും കാര്യങ്ങളും ഒന്നുമല്ല, ഉള്ളവര് പോകാതെ പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പില് ഇവർക്ക് വോട്ട് ചോർന്നത് എവിടെ എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനം നടക്കുകയാണ്. CPM-കാർ ഈ പഠനം നടത്താനും അതിനെ തുടർന്ന് പണിഷ്മെന്റ് കൊടുക്കാനും ഒക്കെ അവർ വലിയ സമർത്ഥരാണ്. അത് തീവ്രത കുറഞ്ഞതും തീവ്രത കൂടിയതും ഒക്കെ ഉണ്ട്. അതിനനുസരിച്ചുള്ള പണിഷ്മെന്റും ഒക്കെ കൊടുക്കാറുണ്ട്. പിന്നെ അന്വേഷണം നടക്കുന്നു, അന്വേഷണ കമ്മീഷനെ വയ്ക്കും, അവർ വിലയിരുത്തും, അതിൻ്റെ പോളിറ്റ് ബ്യൂറോ കൂടി വിലയിരുത്തും, പിന്നെ അവൈലബിൾ പോളിറ്റ് ബ്യൂറോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അതിൻ്റെതായ രീതിയിൽ അങ്ങനെ പോകും. അതുകൊണ്ട് അവരിപ്പോൾ അതിലാണ് ശ്രദ്ധ മുഴുവൻ നിൽക്കുന്നത്. പിന്നെ ശബരിമല വിഷയം CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അങ്ങ് പിറകോട്ടടിച്ചിരിക്കുകയാണ്. അത് CPM-നാണ് ആ പ്രഹരം കിട്ടുന്നതെങ്കിലും മുന്നണിയെ മൊത്തത്തിൽ ബാധിക്കുന്ന കാര്യമാണ്. കാരണം തുടർച്ചയായ 10 വർഷത്തെ ഭരണം കേരള ചരിത്രത്തിൽ മുൻകാലങ്ങളിൽ ഉണ്ടാക്കാത്ത തരത്തിലുള്ള തിരിച്ചടിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് CPM-ന് അത്തരത്തിലുള്ള ഒരു തിരിച്ചടിയിലൂടെ 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ പ്രഹരം ഉണ്ടാകും എന്ന് പാർട്ടി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ 3 മുന്നണികളും ഈ NDA മുന്നണിയും വിപുലീകരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇപ്പൊ തുഷാർ വെള്ളാപ്പള്ളി ഇപ്പോൾ വിട്ടുപോകും BDJS എന്നൊക്കെയുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. തുഷാർ വെള്ളാപ്പള്ളിയെ ഏതെങ്കിലും തരത്തിൽ ചേർത്ത് നിർത്താനുള്ള എല്ലാ ശ്രമവും നടക്കുകയാണ് വേണ്ടത്. തുഷാർ വെള്ളാപ്പള്ളിക്ക് എന്തെങ്കിലും സ്ഥാനം കൊടുക്കണം. ഇപ്പൊ CK ജാനുവിന് വേണ്ടത്ര തരത്തിലുള്ള പ്രാതിനിധ്യം കിട്ടിയില്ല എന്നുള്ളതിൻ്റെ പേരിലാണ് മുന്നണി വിട്ട് UDF-ലേക്ക് പോകുന്നത്. അതുപോലെ ജോസ് കെ മാണിയെ ഇപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ NDA മുന്നണിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നതായിട്ടും രഹസ്യ ചർച്ചകൾ നടക്കുന്നതാണെന്നുള്ള വിവരം ഇപ്പോൾ പരസ്യമായി തുടങ്ങിയിട്ടുണ്ട്. ശരിയായിരിക്കും. ഇത് വളരെ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു സമയത്ത് ഈ ഇരു മുന്നണികളിലുമുള്ള ഘടകകക്ഷികൾ NDA-യിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വരും. കേരളത്തിൽ UDF-ന് എന്തെങ്കിലും കാര്യമായ ക്ഷതമേറ്റ് കഴിഞ്ഞാൽ അതിലുള്ള മുന്നണികൾ ഇത്തരത്തിലായിരിക്കും പോവുക. പക്ഷേ LDF-ലും ഇത് തന്നെയായിരിക്കും സംഭവിക്കുക. VD സതീശനെ പോലുള്ളവരുടെ കണക്കുകൂട്ടൽ ഒരു 100 സീറ്റെങ്കിലും നേടുക എന്നുള്ളതാണ്. ഈ 100 സീറ്റ് നേടണം എന്ന് VD സതീശൻ പറയുമ്പോൾ അതിനെ പരമപുച്ഛത്തോടും പരിഹാസത്തോടും കൂടിയാണ് ചിലർ കാണുന്നത്. അവർക്കുള്ള ഒരു തിരിച്ചടി തന്നെ കൊടുക്കാനായിട്ടാണ് കോൺഗ്രസിലെ ഉന്നത നേതൃത്വം ഇപ്പോൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവർ 100 സീറ്റ് നേടിയില്ലെങ്കിലും ഒരു 80-ന് മുകളിൽ സീറ്റ് നേടിയെടുക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. BJP-യും ശക്തമായ രീതിയിൽ കേരളത്തിലേക്ക് കടന്നുകയറ്റം നടത്തിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ പങ്കാളിത്തം, അത് കഴിഞ്ഞിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP-ക്കുണ്ടായ മുന്നേറ്റം, ഇതെല്ലാം അവർക്ക് അനുകൂലമായ സാഹചര്യമാണ്. അപ്പോൾ 2026 രാഷ്ട്രീയ സമവാക്യങ്ങൾ പലതും മാറി മറിയുകയും ചെയ്യും.